ഇപ്പം നമുക്ക് ബോൺ breakdown of the Born-Oppenheimer approximation. That is the interaction of rotations and vibrations. The Born-Oppenheimer approximation എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. Where we are assuming that we can separate the electronic interaction and the nuclear interaction. We can separate them. അതാണ് ബോൺ-ഓപ്പൺഹീമർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സെപ്പറേറ്റ് ദി വൈബ്രേഷൻ ആൻഡ് ദ റൊട്ടേഷണൽ സ്പെക്ട്ര. വി ക്യാൻ സെപ്പറേറ്റ് ദം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വൈബ്രേഷൻ വേറെയും റൊട്ടേഷൻ വേറെയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസിൽ വി കനോട്ട് സെപ്പറേറ്റ് ദം. അതാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ദി ബോൺ-ഓപ്പൺഹീമർ അപ്രോക്സിമേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം a molecule vibrates 10 power 1000 times during the course of a single rotation. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് molecule may have vibrated 1000 times. However, it is evident that the bond length also changes. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റൊട്ടേഷനിലും ഓരോ സെക്കൻഡിലും ഇതിന്റെ ബോണ്ട് ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ബി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. നമ്മൾ ബി വാല്യൂ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ബി വാല്യൂ പറയാം, ബി ഈസ് ഈക്വൽ ടു h/8π²IC. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ അതിനെ μr² എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ r ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബോണ്ട് ലെങ്ത് ബി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ r ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ബി വാല്യൂ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമുക്ക് ബി കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല practical case. If the vibration is simple harmonic, the mean bond length will be the same as the equilibrium bond length and it will not vary with the vibrational energy. Further, an increase in the vibrational energy is accompanied by an increase in the vibrational amplitude. അപ്പോൾ vibration energy കൂടുന്നതനുസരിച്ച് vibration amplitude നല്ലോണം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ hence the value of B depends on the new quantum number. ആ കേസ് നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ബോണ്ട് ലെങ്ത് വ്യത്യാസം വരും. അപ്പോൾ ബി എന്ന് പറഞ്ഞ വാല്യൂ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി ഡിപ്പെൻഡ്സ് ഓൺ ദി vibrational quantum number nu. In the case of anharmonic oscillation, an increase in the vibrational energy will lead to an increase in the average bond length. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലെ higher energy state le vibration rotational constant B depends on the vibrational quantum number. Anharmonic oscillator lower energy state higher energy state is also depends on the vibrational constant on vibrational quantum number nu, the B value. അപ്പോൾ നമുക്ക് we cannot separate the vibrational spectra and the rotational spectra. We can separate the vibration and rotation in a real case molecule. അതാണ് breakdown of the Born-Oppenheimer approximation. Born-Oppenheimer approximation എന്ന് പറഞ്ഞാൽ separation of the vibration and rotation സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമുക്ക് പറയുന്നത്. അതിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ we cannot separate them, അതാണ്ട് ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ റിയൽ കേസിൽ ബ്രേക്ക് ഡൗൺ Born-Oppenheimer approximation ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് we have derived an equation B nu equal to BE minus alpha into nu plus R. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഡെറിവേഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കും. ഇതൊരു ഇമ്പോർട്ടന്റ് പോർഷനാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ the high degree of approximation B is smaller in the upper vibrational state than in the lower. കാരണം R ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് B വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ R കൂടുമ്പോൾ B സ്മോളർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ആൽഫ ഇസ് എ സ്മോൾ പോസിറ്റീവ് കോൺസ്റ്റന്റ് ഫോർ ഈച്ച് മോളിക്യൂൾ. അത് മോളിക്യൂൾ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസിഷൻ എടുക്കുമ്പോൾ ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ട്രാൻസിഷൻ ഫ്രം nu equal to 0 to nu equal to 1 നമുക്ക് അതിന്റെ ബി വാല്യൂന് നമ്മൾ B0 and B1 ആക്കി എടുത്തു. നമ്മൾ മുകളിലത്തെ അസംപ്ഷൻ പ്രകാരം B0 is greater than B1.
അത് വ്യത്യാസം മനസ്സിലായല്ലോ. ആർ ഹയർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ആർ നല്ലോണം ചേഞ്ച് ചെയ്യും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും, ബി വാല്യൂ കുറയും. അപ്പോൾ ഹയർ സ്റ്റേജിൽ B1 എന്നുള്ളത് കുറവാണ് B0നേക്കാണ്. നമ്മൾ ട്രാൻസിഷൻ എടുക്കുമ്പോൾ രണ്ടും കമ്പൈൻ ചെയ്ത്, ഇതാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ദി ബോൺ ഓപ്പൺ ഹീമർ അപ്രോക്സിമേഷൻ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ വൈബ്രേഷൻ മാത്രം എടുക്കുമ്പോൾ ω0 ബാർ ആണ്, റൊട്ടേഷൻ എടുക്കുമ്പോൾ ഈ രണ്ട് ടേമും കൂടി വരും. അപ്പൊ നമുക്ക് ഇവിടെ റിയൽ കേസ് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ രണ്ട് വൈബ്രേഷനും എടുത്തു, റൊട്ടേഷനും നമ്മൾ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ω0 ബാർ എന്ന് പറയുന്നത് ω E ബാർ × 1 - 2 കൈ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ വി ഹാവ് ടു കേസസ്, ദാറ്റ് ഈസ് ΔJ = +1. സെലക്ഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ ലോവർ സ്റ്റേജിന് J" എടുത്തു, ഹയർ സ്റ്റേജിന് J'. അപ്പോൾ J' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J" +1, ΔJ +1 ആക്കി നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ ആ ട്രാൻസിഷനിൽ നമ്മൾ ഈ ഇക്വേഷനിൽ J' പകരം J" +1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ J' എന്ന് പറയുന്നത് =0, 1, 2 അങ്ങനെ വരും. അപ്പോൾ സെക്കൻഡ് കേസിൽ ΔJ +or -1 ആണ്. അപ്പോൾ നമ്മൾ -1 കേസ് എടുത്തു. അപ്പോൾ നമ്മളിവിടെ J" = J' +1 ആക്കി എടുത്തു. അതായത് J' is J" -1. ഇതേ സാധനം തന്നെ നമ്മൾ തിരിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് J'-ലേക്ക് മാറ്റി എഴുതി. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ ന്യൂ ΔJ +1 നമ്മൾ ന്യൂ R ബാർ എന്ന് എഴുതി, ഇതിനെ ന്യൂ P ബാർ എന്ന് എഴുതി. അപ്പോൾ ന്യൂ P ആൻഡ് ന്യൂ R ബാർ റെപ്രസെന്റ് ദി വേവ് നമ്പേഴ്സ് ഓഫ് ദി P ആൻഡ് R ബ്രാഞ്ച് ലൈൻസ്. നമ്മൾ ആ കിട്ടുന്ന ലൈനിനെ, സ്പെക്ട്രൽ ലൈനിനെ ഇത് R ബ്രാഞ്ച് എന്നും ഇതിനെ P ബ്രാഞ്ച് എന്നും നമ്മൾ വിളിച്ചു. അപ്പോൾ നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷനും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ജനറൽ ഒരു ഫോർമുല നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ Jക്ക് പകരം നമുക്ക് J' +1 പകരം അല്ലെങ്കിൽ J" +1 പകരം നമ്മൾ M എടുത്തു. അപ്പോൾ നമ്മൾ ജനറൽ ഫോർമുല നമ്മൾ എഴുതി, µ0 ബാർ = B + B0M + B1 - B0 M²/cm. ഇത് ജനറൽ ഫോർമുലയാണ്. അപ്പോൾ M is = +or -1 +or -2 നമ്മൾ എഴുതുമ്പോൾ M values refers the positive M values represents the R branch and negative M values represents the P branch. So when we ignore നമ്മൾ ബോൺ ഓപ്പൺ ഹീമർ അപ്രോക്സിമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ബ്രേക്ക് ഡൗൺ ആവുന്നില്ല, അത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can separate the rotations. So if we ignore the vibration rotation interaction in our settings, B1 = B0 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. 320C നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. നമുക്ക് ന്യൂ ബാർ സ്പെക്ട്രൽ ലൈൻ µ0 ബാർ + 2 bm/cm എന്നാണ് നമുക്ക് കിട്ടും. ആൻഡ് B1 < B0 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. The last term always negative irrespective of the sign of the M, and the effect of the spectrum of a diatomic molecule is to crowd the rotational lines more closely together with increasing M on the R branch side. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ R branch സൈഡിൽ ഹയർ സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് they may be more crowded, while the P branch lines become more widely spaced as negative
M increases. അപ്പോൾ M increase ചെയ്യുന്നതിനനുസരിച്ച് P branch lines more will be separated and R branch will be closed, will be crowded as increasing the M values. Normally B1 and B0 differ only slightly and the effect is marked only for high M values. അപ്പോൾ ബോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ബ്രേക്ക് ഡൗൺ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നത്. ഓക്കെ, അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നല്ല